ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ 2 ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തി. അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ വിയൂർ പോലീസ് കേസെടുത്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ കത്തിനശിച്ച ഇരുചക്ര വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ. തീ ആദ്യം കണ്ട സ്ഥലത്തെ ജീവനക്കാരുടെ പരിചയക്കുറവ് തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ ഇടയാക്കിയതായി വിലയിരുത്തൽ. മറ്റത്തൂർ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് രാജിവെച്ചു. KPCC ഇടപെടലിനെ തുടർന്നാണ് രാജി. വെച്ചിലപ്പാറയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ കാട്ടാന ആക്രമണം. ക്ഷേത്രവും ആൾതാമസമില്ലാത്ത ലയവും ആനകൾ തകർത്തു. തൃശൂർ ഭക്തപ്രിയ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. കൊടുങ്ങല്ലൂരിലെ VP തുരുത്തിൽ കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കലർന്നു. വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ ശുദ്ധജല മോഷണം കണ്ടെത്തി. മമ്മിയൂരിൽ ടോറസ് ലോറിയും മിനി ബസും കൂട്ടിയിടിച്ച് 14 അയ്യപ്പ ഭക്തർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. കല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിൽ ഇടിച്ച് അപകടം. വാർത്തകൾ വിശദമായി. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ മോഷണം. അക്കാദമി ക്യാമ്പസിലെ ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തി. ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയിലാണ് മോഷണം നടന്നതെന്ന് സംശയിക്കുന്നു. അക്കാദമിയിലെ വിജനമായ പ്രദേശത്തെ ചന്ദനമരങ്ങളാണ് മുറിച്ചു കടത്തിയത്. അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ വിയൂർ പോലീസ് കേസെടുത്തു. രാജവൃക്ഷങ്ങളുള്ള അക്കാദമിയിൽ കർശന കാവൽ വേണമെന്ന് പ്രത്യേക സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പ്രത്യേക പട്രോളിംഗ് ഏർപ്പെടുത്തുവാനും നിർദ്ദേശം നൽകി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ കത്തിനശിച്ച ഇരുചക്ര വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുവാനുള്ള നീക്കവുമായി റെയിൽവേ. 275 വാഹനങ്ങളാണ് കത്തിനശിച്ചത്. തീ ആദ്യം കണ്ട സ്ഥലത്തെ ജീവനക്കാരുടെ പരിചയക്കുറവ് തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ ഇടയാക്കിയതായാണെന്ന് വിലയിരുത്തൽ. തീ പടരുന്നത് കണ്ട് ഫയർ എക്സ്ക്യൂഷൻ പ്രവർത്തിപ്പിക്കാതെ ബക്കറ്റിൽ വെള്ളമെടുത്ത് അണയ്ക്കാനാണ് ആദ്യം ശ്രമിച്ചതെന്നാണ് വിലയിരുത്തൽ. കത്തിയമർന്ന ഇരുചക്ര വാഹനങ്ങളുടെ വിവരശേഖരണത്തിന് റെയിൽവേയും വെസ്റ്റ് പോലീസും സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ച ശേഷമേ തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. തീപിടുത്തം സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് കൈമാറി. BJP അംഗങ്ങളുടെ പിന്തുണയോടെ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് സ്ഥാനം രാജിവെച്ചു. ഇന്ന് രാവിലെയാണ് മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി PS പ്രദീപ് കുമാറിന് നൂർജഹാൻ നവാസ് രാജിക്കത്ത് സമർപ്പിച്ചത്. മറ്റത്തൂരിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായി ഉണ്ടായ കോൺഗ്രസ് അംഗങ്ങളുടെ കൂട്ടരാജിയെയും തുടർന്നാണ് അപ്രതീക്ഷിത നീക്കമുണ്ടായത്. KPCC നിർദ്ദേശിച്ച സമവായ ഫോർമുലയുടെ ഭാഗമായാണ് നൂർജഹാൻ നവാസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നൂർജഹാൻ BJPയുടെ പിന്തുണയോടെ നേടിയ സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശം മാനിച്ചാണ് രാജി. പ്രസിഡന്റ് ടെസി ജോസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും KPCC നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ചതിനാൽ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് പ്രസിഡന്റ് ടെസി ജോസ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി തുടങ്ങിയവർക്കൊപ്പമാണ് നൂർജഹാൻ നവാസ് രാജിക്കത്ത് കൈമാറാനെത്തിയത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ വെറ്റിലപ്പാറ ഭാഗത്ത് കാട്ടാന ആക്രമണം. ക്ഷേത്രവും ആൾതാമസമില്ലാത്ത ലയവും ആനകൾ തകർത്തു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. 7 ആനകളാണ് ഉണ്ടായിരുന്നത്. ആനക്കൂട്ടം നിരവധി എണ്ണപ്പനകൾ ഒടിച്ചിട്ടു. പ്രദേശത്തെ ശിവക്ഷേത്രം ആക്രമിച്ച ആനകൾ തൊഴിലാളികൾ ഉപേക്ഷിച്ച ലയങ്ങൾ ആക്രമിക്കുകയായിരുന്നു. നിരന്തരം ആനശല്യം മൂലമാണ് തൊഴിലാളികൾ പ്ലാന്റേഷന്റെ താമസ സ്ഥലം ഉപേക്ഷിച്ചു പോയത്. വേനൽക്കാലമാകുന്നതോടുകൂടെ മേഖലയിൽ ആനശല്യം രൂക്ഷമാകുമെന്ന് തൊഴിലാളികൾ പറയുന്നു.
തൃശൂരിൽ സ്വരാജ് റൌണ്ടിനോട് ചേർന്നുള്ള ക്ഷേത്രത്തിൽ കവർച്ച. കൊച്ചിൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിനോട് ചേർന്ന ഭക്തപ്രിയ ക്ഷേത്രത്തിലാണ് കവർച്ച. ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു. 15,000 രൂപയോളം നഷ്ടപ്പെട്ടതായി നിഗമനം. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിലെ കൌണ്ടറും മേശയും തകർത്തുവെങ്കിലും ഇവിടെ നിന്ന് പണം നഷ്ടപ്പെട്ടിട്ടില്ല. ജില്ലയിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ചകൾ പതിവാകുകയാണ്. കൊടുങ്ങല്ലൂരിലെ VP തുരുത്തിൽ കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കലർന്നു. വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ ശുദ്ധജല മോഷണം കണ്ടെത്തി. വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈനിൽ നിന്നും ശുദ്ധജലം ഊറ്റിയെടുത്ത് മണൽ കഴുകുന്ന കേന്ദ്രമാണ് കണ്ടെത്തിയത്. തേമാലിപ്പറമ്പിൽ സിനിൽ ഷാദിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് 80,000 ലിറ്റർ സംഭരണശേഷിയുള്ള ഭൂഗർഭ ടാങ്ക് നിർമ്മിച്ചാണ് കുടിവെള്ളം ഊറ്റിയെടുത്തിരുന്നത്. പ്രദേശത്തെ വീടുകളിൽ ഉപ്പ് കലർന്ന വെള്ളമാണ് ലഭിക്കുന്നതെന്ന പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ജലമോഷണം കണ്ടെത്തിയത്. പുഴയിൽ നിന്നും വാരിയെടുക്കുന്ന മണൽ കഴുകാനാണ് കുടിവെള്ളം ഉപയോഗിച്ചിരുന്നത്. ജലമോഷണം കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലമുടമയ്ക്ക് പിഴ ചുമത്തുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഭാഗത്ത് വെള്ളം കിട്ടില്ല എന്ന് കുറച്ച് നാളായിട്ടൊരു പരാതികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില വീടുകളിൽ ഉപ്പുവെള്ളം കയറി എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈൻ ഒരു 75 mm PVC പൈപ്പിന്റെ ലൈനിൽ നിന്ന് അനധികൃതമായിട്ട് ഈ വീട്ടിലോട്ട് ഒരു കണക്ഷൻ ഒരു പൈപ്പ് സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒരു 80,000 ലിറ്ററോളം വരുന്ന ഒരു ടാങ്ക് നിറച്ച് അതിൽ നിന്ന് മണൽ പുഴയിൽ നിന്ന് ഉപ്പ് മണലെടുത്തിട്ട് വാഷ് ചെയ്ത് വിൽക്കുന്നതാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. നല്ലൊരു ഫൈൻ ഈടാക്കുന്നതായിരിക്കും. അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ, റവന്യൂ ഓഫീസർ ജോബി, സീനിയർ പ്ലംബിംഗ് ഇൻസ്പെക്ടർ നാനാജി, ഓവർസിയർ സക്കീർ ഹുസൈൻ തുടങ്ങിയവരടങ്ങിയ സംഘമാണ് കുടിവെള്ള മോഷണം പിടികൂടിയത്. വർഷങ്ങളായി ഇവിടെ കുടിവെള്ളമൂറ്റൽ നടന്നുവരുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാനും കൗൺസിലറും കൂടി പരാതി കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവർ ഇവിടെ വന്ന് അന്വേഷിക്കും. മെയിൻ ആയിട്ടുള്ള പൈപ്പിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഞങ്ങളുടെ അവിടെ ഇത് മാത്രമല്ല, ഇവിടുന്ന് പടിഞ്ഞാട്ടിലുള്ള സ്ഥലത്തേക്കൊക്കെ ഉപ്പോളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനം ഇങ്ങനെ ചെയ്ത കാരണം ഉപ്പോളം കയറി വീട്ടുകളിലേക്ക്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. മമ്മിയൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. ടോറസ് ഡ്രൈവർ പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷാക്കിർ, ബസ് യാത്രക്കാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ടോറസിനുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവർ ഷാക്കീറിനെ ഫയർഫോഴ്സ് എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് രക്ഷപ്പെടുത്തിയത്. മമ്മിയൂർ അത്താണി ജംഗ്ഷനിൽ പുലർച്ചെ 1:30 അപകടം. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കർണാടകയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അത്താണി ജംഗ്ഷനിലെ ട്രാഫിക് ഐലൻഡിൽ നിന്ന് ഇടത്തോട്ട് തിരിയുന്നതിനു പകരം ബസ് വലത്തുഭാഗത്തു കൂടെ കുന്നംകുളം റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഈ സമയം കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന ടോറസ് ബസ്സിലിടിച്ചു. 50 മീറ്ററോളം ബസ്സിനെ തള്ളി നീക്കി സമീപത്തെ വീട്ടുമതിലും തകർത്തു. സമീപത്തെ 4 കടകളുടെ മുൻഭാഗവും ഭാഗികമായി തകർന്നിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകരും ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകരും മുതുവട്ടൂർ രാജ ആശുപത്രിയിലും ഹയാത്ത് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. ഇവരെ പിന്നീട് അമല ആശുപത്രിയിലേക്കും അശ്വിനി ആശുപത്രിയിലേക്കും മാറ്റി. ദിശ മാറി വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് അത്താണി ജംഗ്ഷനിൽ പതിവായിരിക്കുകയാണ്. TCV ന്യൂസ്, ഗുരുവായൂർ. കയ്പമംഗലം ചളിങ്ങാട് അമ്പലനടയിൽ റോഡിലെ മണ്ണിൽ പുതഞ്ഞ് നിയന്ത്രണം വിട്ട സ്കൂട്ടർ താഴ്ചയിലേക്ക് വീണ് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ കുടിവെള്ള പൈപ്പിടാൻ കുഴിച്ച ഭാഗത്തായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രികനായ ചളിങ്ങാട് പള്ളിനട സ്വദേശി പുത്തൂര് വീട്ടിൽ ഷാജുവിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ ചന്ദ്രാപിന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിനടിയിലേക്ക് മറിഞ്ഞു വീണ് ഇരിങ്ങാലക്കുട സ്വദേശിയായ സ്കൂട്ടർ യാത്രിക മരിച്ചു. കൊട്ടിലങ്ങപ്പാടം ആസാദ് റോഡിൽ കരിപ്പുര വീട്ടിൽ അഷ്റഫിന്റെ മകൾ 28 വയസ്സുള്ള ആഫിദയാണ് മരിച്ചത്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ നെല്ലിപ്പറമ്പിൽ തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം. ബന്ധുവീട്ടിൽ പോയി മടങ്ങുകയായിരുന്ന ആഫിദ നെല്ലിപ്പറമ്പിൽ വെച്ച് സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വന്ന ബൈക്കിൽ സ്കൂട്ടർ തട്ടി. ഈ സമയം പിന്നിൽ നിന്ന് വന്ന മറ്റൊരു ബൈക്കും ആഫിദയുടെ സ്കൂട്ടറിൽ ഇടിച്ച് മറിഞ്ഞു വീണ ആഫിദയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നു. കല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലിടിച്ച് അപകടം. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കല്ലൂർ ആമ്പല്ലൂർ റോഡിലെ നായരങ്ങാടി മഠം റോഡിലായിരുന്നു സംഭവം. പുറത്തൂക്കാരൻ ജോസിന്റെ വീട്ടുമതിൽ അപകടത്തിൽ തകർന്നു. വരന്തരപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ഇത്. അപകടങ്ങൾ പതിവായതോടുകൂടി ഡ്രൈവർമാരുടെ ശ്രദ്ധയാകർഷിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
ടിക്കറ്റ് വരുമാനത്തിൽ പുതിയ ചരിത്രം കുറിച്ച് KSRTC ചരിത്രത്തിലാദ്യമായി ഒരു ദിവസത്തെ ആകെ വരുമാനം 13 കോടി രൂപ പിന്നിട്ടു. ഇന്നലത്തെ കണക്കുകൾ പ്രകാരം 13.01 കോടി രൂപയാണ് KSRTC നേടിയത്. ഈ നേട്ടത്തിൽ ജീവനക്കാരെയും മാനേജ്മെന്റിനെയും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അഭിനന്ദിച്ചു. ഇപ്പോൾ നമ്മൾ ആഘോഷിച്ചെങ്കിൽ പിന്നെ എപ്പോഴാണ്? ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് എന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്നും അസാധ്യമായി ഒന്നുമില്ലെന്ന് ഒരിക്കൽ കൂടി അവർ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ കുളത്തിൽ തമിഴ്നാട് സ്വദേശിനിയെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. തിരുപ്പൂർ ഉദുമൽപേട്ട സ്വദേശിനി 48 വയസ്സുള്ള നാഗമ്മയാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ക്ഷേത്രക്കുളത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി ഏപ്രിലിൽ 2ാം വാരത്തോടെ നടന്നേക്കും. മെയ് 7-ന് മുൻപായി കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച പ്രാഥമിക വിലയിരുത്താനായി 5 സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുമായും കേന്ദ്ര ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ച നടത്തി. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ സിഇഒമാരാണ് ചർച്ചയ്ക്കെത്തിയത്. ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. 2023 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള കേന്ദ്രസേനയെ അനുവദിക്കണമെന്ന് കേരളത്തിന്റെ സിഇഒ രത്തൻ യു ഗേൽക്കർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തയാഴ്ച കേരളത്തിലെത്തും. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 3 കടകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. പടിഞ്ഞാറേ നടയിലെ ബാലാജി റെസ്റ്റോറന്റ്, മോഡേൺ ടീ സ്റ്റാൾ, സരസ്വതി ഡയറി എന്നിവിടങ്ങളിൽ നിന്നാണ് പഴയ ഭക്ഷണം പിടികൂടിയത്. ദേവസ്വം പാഞ്ചജന്യം ഗസ്റ്റ് ഹൌസിലെ ഹോട്ടലായ പഴയിടം രുചിയിൽ നിന്ന് നിരോധിച്ച ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഗ്ലാസുകളും പ്ലേറ്റുകളും പിടിച്ചെടുത്തു. പരിശോധന തുടരുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ KC അശോക് പറഞ്ഞു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കിഴുപ്പള്ളിക്കര നളന്ദ സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷം. സ്കൂളിലെ ടാപ്പുകൾ സാമൂഹ്യവിരുദ്ധർ കവർന്നു. 9ഓളം ലോഹ ടാപ്പുകളാണ് നഷ്ടപ്പെട്ടത്. ക്രിസ്മസ് അവധി കഴിഞ്ഞെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. 1 മാസം മുൻപാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ടാപ്പുകൾ സ്ഥാപിച്ചത്. ഏകദേശം 5000 രൂപയുടെ നഷ്ടം ഉണ്ടായതായി പറയുന്നു. പ്രധാനാധ്യാപിക പോലീസിൽ പരാതി നൽകി. പൈതൃകം ഗുരുവായൂരിന്റെ പ്രതിമാസ കുടുംബ സംഗമത്തിന്റെ ഭാഗമായി വൈജ്ഞാനിക സദസ്സ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പൈതൃകം പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോഗറും എഴുത്തുകാരിയുമായ രഞ്ജിനി വിനോദ്, അഡ്വക്കേറ്റ് രവി ചക്കത്ത്, മധു K നായർ, ഡോക്ടർ KB പ്രഭാകരൻ, KK വേലായുധൻ, മണലൂർ ഗോപിനാഥ്, ജയൻ K മേനോൻ, K സുഗതൻ, രവീന്ദ്രൻ വട്ടരങ്ങത്ത്, പ്രഹ്ലാദൻ മാമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കേരളവർമ്മ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന്റെ 9ാം പതിപ്പിന് തുടക്കമായി. സാംസ്കാരിക പഠനത്തെയും കലാപ്രകടനങ്ങളെയും ആസ്പദമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ജൈനിഷ അധ്യക്ഷത വഹിച്ചു. കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണ മുഖ്യപ്രഭാഷണം നടത്തി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിന്റെ ഭാഗമായി പ്രഭാഷണങ്ങൾ, സംവാദങ്ങൾ, കലാപ്രകടനങ്ങൾ തുടങ്ങിയവ നടക്കും. ചാവക്കാട് നഗരസഭയിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക്
അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. വികസനം, പൊതുമരാമത്ത്, ക്ഷേമം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ കമ്മിറ്റികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മത്സരം ഇല്ലാതെയാണ് അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. 33 അംഗ നഗരസഭയിൽ LDF 21, UDF 12 എന്നിങ്ങനെയാണ് കക്ഷിനില. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ G. പ്രണവ് വരണാധികാരിയായി. വെള്ളിയാഴ്ചയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ്. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ കയ്യേറ്റത്തിനെതിരെ കുന്നംകുളത്ത് SDPI പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ മുക്താർ അധ്യക്ഷത വഹിച്ചു. TM അക്ബർ, EM ലത്തീഫ്, M ഫാറൂഖ്, റാഫി താഴത്തേതിൽ തുടങ്ങിയവർ സംസാരിച്ചു. JCI തൃശൂർ സിറ്റിയുടെ 2026 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങും എക്സലൻസ് അവാർഡ് വിതരണവും 9-ന് നടക്കും. മിഷൻ ക്വാർട്ടേഴ്സിലെ ലയൺസ് ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യാതിഥിയാകും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള JCI IASM എക്സലൻസ് അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും. സിനിമാ മേഖലയിൽ നിന്ന് രചന നാരായണൻകുട്ടി, ലിഷോയ്, ബിസിനസ് മേഖലയിൽ നിന്ന് രാജീവ് PV എന്നിവർ പുരസ്കാരങ്ങൾക്ക് അർഹരായി. JFM നിതീഷ് ശിവറാം, ഹിരൺദാസ്, പ്രശാന്ത് വർഗീസ്, JCI PP സോണി വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയപാതയിലെ കൊരട്ടി ചിറങ്ങര ഭാഗങ്ങളിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. തൃശൂർ എറണാകുളം ദിശയിലാണ് സ്തംഭനാവസ്ഥയെങ്കിൽ വൈകിട്ട് എതിർദിശയിലാണ് കുരുക്ക്. തിങ്കൾ, ശനി ദിവസങ്ങളിൽ 1.5 മണിക്കൂറിലധികം കുരുക്കിൽപ്പെട്ടാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നത്. അടിപ്പാത നിർമ്മാണം നടക്കുന്നതാണ് പ്രധാന പ്രശ്നം. ചിറങ്ങര, മുരിങ്ങൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു മാസങ്ങളായുള്ള ഗതാഗത തടസ്സമെങ്കിൽ ഇപ്പോൾ കൊരട്ടിയിലാണ് കുരുക്ക് രൂക്ഷം. ദേശീയപാത അതോറിറ്റി പ്രശ്നത്തിൽ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. കുഷ്ഠരോഗ നിവാരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അശ്വമേധം 7.0 ക്യാമ്പയിൻ നാളെ ആരംഭിക്കും. ഗൃഹസന്ദർശനം നടത്തി കുഷ്ഠരോഗം കണ്ടെത്തി രോഗനിർണയം നടത്തി ചികിത്സ ലഭ്യമാക്കുന്നതാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളും സംഘടനകളും സഹകരിച്ച് 7 മുതൽ 20 വരെ ഭവന സന്ദർശനങ്ങൾ നടത്തും. തൃശൂർ ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് അധ്യക്ഷത വഹിക്കും. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫ്ലമി ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പഴയന്നൂർ പഞ്ചായത്ത് 1-ാം വാർഡ് കുടുംബശ്രീ CDS വാർഷികം നടന്നു. പഞ്ചായത്ത് അംഗം ഗീത ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് സുമംഗല രാമദാസ് അധ്യക്ഷയായിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ, CDS ചെയർപേഴ്സൺ ലക്ഷ്മി സുന്ദരൻ, വൈസ് ചെയർപേഴ്സൺ ഗീത നാരായണൻ, ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. വെനിസ്വേലയിൽ അമേരിക്ക നടത്തുന്ന ഏകപക്ഷീയ ആക്രമണങ്ങളിലും പ്രസിഡന്റ് മഡുറോയെയും ഭാര്യയെയും ബന്ദികളാക്കി തടഞ്ഞുവെച്ചതിലും പ്രതിഷേധിച്ച് CPM വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ NK പ്രമോദ് കുമാർ, TR രഞ്ജിത്ത്, MJ ബിനോയ്, നഗരസഭാ കൌൺസിലർ KP മദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. മനക്കുളങ്ങര കൃഷ്ണവിലാസം UPS സ്കൂളിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കൊടകര, പറപ്പൂക്കര പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കാണ് സ്വീകരണം നൽകിയത്. സ്കൂൾ മാനേജർ B സദാനന്ദൻ, പ്രധാനാധ്യാപിക PS സീമ, ദിനേശ് പരമേശ്വരൻ, PTA പ്രസിഡന്റ് ഷിമ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ആര്യമ്പാടം EKN ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന CM അബ്ദുള്ള മാസ്റ്റർ സ്മാരക അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ചേർന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. MR അനൂപ് കിഷോർ, കൌൺസിലർമാരായ ബിജു ഇഗ്നേഷ്യസ്, PG സനീഷ്, വിബി തുടങ്ങിയവർ സംസാരിച്ചു.
അനധികൃത മദ്യവിൽപ്പന വ്യാപകമായതോടുകൂടി കച്ചവടം കുറഞ്ഞ് നഷ്ടം വർദ്ധിച്ചതിനാൽ ജില്ലയിലെ കള്ളുഷാപ്പുകൾ അടച്ചുപൂട്ടുമെന്ന് ലൈസൻസികൾ തൊഴിലാളി യൂണിയനുകൾക്ക് കത്ത് നൽകി. ഈ മാസം 10-ാം തീയതി മുതൽ കള്ളുഷാപ്പുകൾ തുറക്കില്ലെന്നാണ് ഗ്രൂപ്പ് ലൈസൻസികൾ നോട്ടീസിലൂടെ അറിയിച്ചിട്ടുള്ളത്. വ്യാപകമായി വ്യാജ അരിഷ്ടങ്ങളും മദ്യവിൽപ്പനയും നടക്കുകയാണെന്നും ഷാപ്പുകളുടെ വാടകയായി വലിയ തുകയാണ് നൽകേണ്ടി വരുന്നതെന്നും തൊഴിലാളി യൂണിയനുകൾക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ LDF, UDF, SDPI അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ LDFും UDFും SDPIയും ഒത്തുചേർന്ന് അംഗങ്ങൾക്ക് വോട്ട് ചെയ്തുവെന്നാണ് ആരോപണം. BJP മണലൂർ മണ്ഡലം പ്രസിഡന്റ് KS ധനീഷ് ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംലാൽ, ജനറൽ സെക്രട്ടറി മുകുന്ദൻ സന്തോഷ്, ദിവൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അരിമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടിപ്പൂരം മഹോത്സവം വർണ്ണാഭമായി. 17 കേന്ദ്രങ്ങളിൽ നിന്ന് കാവടി എഴുന്നള്ളിപ്പ് നടന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ പുതുപ്പുള്ളി കേശവൻ തിടമ്പേറ്റി. രാത്രിയിലും കാവടി എഴുന്നള്ളിപ്പ് ആവർത്തിച്ചു. മറ്റത്തൂർ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗാലറിയിൽ നടക്കുന്ന വാരണാസി കാഴ്ചകളുടെ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. ഒരു കൂട്ടം കലാകാരന്മാർ ക്യാമറയുമായി നടത്തിയ യാത്രയുടെ നേർചിത്രങ്ങൾ കോർത്തിണക്കിയതാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. വാരാണസി തീരാക്കഥകളുടെ തുറന്ന പുസ്തകം എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഫോട്ടോ പ്രദർശനം ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലാണ്. ഗംഗാ നദീതീരത്തെ പുലരികൾ, ഘാട്ടുകളിലെ അനുഷ്ഠാനങ്ങൾ, സന്യാസികളുടെ ജീവിതം, ഇടുങ്ങിയ വഴികളിൽ കണ്ട സാധാരണ മനുഷ്യരുടെ ജീവിതം എന്നിവയെ ആഴമുള്ള ദൃശ്യഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വാരാണസിയുടെ കാലാതിവർത്തിയായ സൗന്ദര്യവും ആത്മീയ താളവും ആസ്വാദകർക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നതെന്ന് ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണി പുളിക്കൽ പറഞ്ഞു. വാരാണസിയുടെ ഒരു ചരിത്രവും അവിടുത്തെ ജീവിതവും മറ്റു സാംസ്കാരിക ചിഹ്നങ്ങളും എല്ലാം കൂടെ ചേർന്ന് വാരാണസിയുടെ ഒരു സ്വഭാവത്തെ എങ്ങനെയാണ് ഫോട്ടോഗ്രാഫായിട്ട് അവതരിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു. അങ്ങനെ പരമാവധി ആ ഒരു സ്ഥലത്തിന്റെ സ്വഭാവം കാഴ്ചക്കാരിലേക്ക് എങ്ങനെയാണ് സംക്രമിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എക്സിബിഷൻ ഇവിടെ. ഇപ്പൊ 12 പേരുടെ ചിത്രങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അവര് നിരവധി നല്ല ചിത്രങ്ങൾ എടുക്കുകയുണ്ടായി. പക്ഷെ അത് തിരഞ്ഞെടുത്ത കുറെ ചിത്രങ്ങൾ, ഏതാണ്ട് 45ഓളം ചിത്രങ്ങളാണ് ഇവിടെ ഇന്ന് പ്രദർശനത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. പുലർച്ചെ മുതൽ സന്ധ്യ വരെയുള്ള ക്രമത്തിലാണ് ചിത്രങ്ങൾ വിന്യസിച്ചിട്ടുള്ളത്. 12 കലാകാരന്മാരുടെ 46 ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പ്രദർശനം ഈ മാസം അവസാനം സമാപിക്കും. TCV ന്യൂസ്, കൊടകര. ലക്കിടി കിള്ളിക്കുറിശി മംഗലം കുഞ്ചൻ സ്മാരക വായനശാലയിൽ സാംസ്കാരിക പ്രവർത്തകൻ CMS നാരായണൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ലക്കിടി പേരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ഹരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CK ശിവദാസ്, വൈസ് പ്രസിഡന്റ് P പ്രദീപ്, K ഉണ്ണികൃഷ്ണൻ, M രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവില്ലാമല ഹൈസ്കൂളിലെ 1968-69 വർഷത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. അധ്യാപകനായിരുന്ന T ചന്ദ്രശേഖരന് ബാച്ച് അംഗങ്ങളായ UV ബാലകൃഷ്ണൻ, VK ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ചു. K രമണി, K സരോജിനി, P പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംകര മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന CT ദേവസിയുടെ 12ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉദ്ഘാടനം ചെയ്തു. TA ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ കുട്ടൻ മച്ചാട്, K ചന്ദ്രശേഖരൻ, തോമസ് പുത്തൂർ, സുനിമോൾ ജോജു എന്നിവർ സംസാരിച്ചു. താണിക്കുടം തെക്കുംപുറം കുതിരവേല ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച താണിക്കുടം ഭഗവതിയുടെ ദേശപ്പാന ഭക്തി നിർഭരമായി. മേളകലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാർ പാണ്ഡിമേളത്തിന് നേതൃത്വം നൽകി. വില്ലടം കായംപിള്ളി മാധവ് ഗുരുക്കൾ ദേശപ്പാനയ്ക്ക് മുഖ്യാചാര്യനായി.
വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ നെടുമ്പാൾ പൌരസമിതി ആദരിച്ചു. അന്തർദേശീയ വോളിബോൾ താരം മേഴ്സി ജോഫി ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗം ഷാജു കൊമ്പാറക്കാരൻ, ഭാരവാഹികളായ ആൻഡു ചിറയത്ത്, സി വി പാവുണ്ണി, ഹെനിൽ കടുങ്ങാട്ടിൽ, സനൂപ് കുറ്റിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിൽ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് കൊടികയറി. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. 10, 11 തീയതികളിലായാണ് തിരുനാൾ. ജനറൽ കൺവീനർ പോൾ ചിറയത്ത്, സിസ്റ്റർ ഫ്രാൻസി, ഡെനീഷ് ഡേവിസ്, സിജോ കുത്തൂർ, സാൽവിൻ സൈമൺ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. തൃശൂർ പൂങ്കുന്നം റെയിൽവേ മേൽപ്പാലത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന പൂച്ചയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പൂച്ച കുടുങ്ങിക്കിടക്കുന്ന വിവരം നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ AS അനിൽജിത്താണ് പൂച്ചയെ രക്ഷപ്പെടുത്തിയത്. ദിവസങ്ങളായി പട്ടിണി കിടന്നിരുന്ന പൂച്ചയ്ക്ക് ഭക്ഷണം നൽകിയാണ് സംഘം മടങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ പിണ്ടിപ്പെരുന്നാൾ ഈ മാസം 10 മുതൽ 12 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബുധനാഴ്ച വികാരി ഫാദർ ലാസർ കുറ്റിക്കാടൻ കൊടിയേറ്റം നിർവഹിക്കും. തിരുനാൾ ദിനമായ 11 നടക്കുന്ന ദിവ്യബലിക്ക് ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ നേതൃത്വം നൽകും. വികാരി ഫാദർ ലാസർ കുറ്റിക്കാട്ട്, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറക്കൽ, ഫാദർ ബെൽഫിൻ കോപ്പുള്ളി, ഫാദർ ആന്റണി നമ്പളം, PT ജോർജ്, സാബു ജോർജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,795 രൂപ, പവന് 1,18,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ 2 ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തി. അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ വിയൂർ പോലീസ് കേസെടുത്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ കത്തിനശിച്ച ഇരുചക്ര വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ. തീ ആദ്യം കണ്ട സ്ഥലത്തെ ജീവനക്കാരുടെ പരിചയക്കുറവ് തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ ഇടയാക്കിയതായി വിലയിരുത്തൽ. മറ്റത്തൂർ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൂർജഹാൻ നവാസ് രാജിവെച്ചു. KPCC ഇടപെടലിനെ തുടർന്നാണ് രാജി. വെറ്റിലപ്പാറയിൽ പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ കാട്ടാൻ ആക്രമണം. ക്ഷേത്രവും ആൾതാമസമില്ലാത്ത ലയവും ആനകൾ തകർത്തു. തൃശൂർ ഭക്തപ്രിയ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കവർച്ച. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. കൊടുങ്ങല്ലൂരിലെ DP തുരുത്തിൽ കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കലർന്നു. വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ ശുദ്ധജല മോഷണം കണ്ടെത്തി. മമ്മിയൂരിൽ ടോറസ് ലോറി മിനി ബസും കൂട്ടിയിടിച്ച് 14 അയ്യപ്പ ഭക്തർക്ക് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. കല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.